മാരേജ് അഥവാ കല്യാണം എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അതിന് മെന്റലി ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ അതിന് റെഡി ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഡിവോഴ്സ് കേസസ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ അന്വേഷിച്ച് പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കും ഇവരുടെയൊക്കെ റിലേഷൻഷിപ്പ് തകർക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മാരേജ് എന്നത് രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ല, ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അവരുടെ തോട്ട്സ്, ജീവിത രീതികൾ ഇതെല്ലാം കൂടി ഒന്നിക്കുന്ന എന്നാണ് ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നാച്ചുറലി ചില ചലഞ്ചസ്, ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. എക്സ്പെക്ടേഷൻസ് മാച്ച് ആവാത്തത്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഫാമിലി ഇൻവോൾവ്മെന്റ്, പേഴ്സണൽ സ്പേസ് ഇഷ്യൂസ്, ഇതിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ആ ഒരു മാരേജ് ലൈഫിലോട്ട് കടക്കുമ്പോൾ വരും. സോ ഇവയെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാനും അതെല്ലാം ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും. ആൻഡ് അവരുടെ എക്സ്പെക്ടേഷൻസ് ക്ലിയർ ആക്കാനും ഇത് സഹായിക്കും. കോൺഫ്ലിക്ട്സ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഇതിൽ പഠിപ്പിക്കും. നമ്മുടെയൊക്കെ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഡെവലപ്പ് ചെയ്യും. റിലേഷൻഷിപ്സും പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആകും. അപ്പോൾ മാരേജ് പറയുന്നത് ഒരു ഇവന്റ് അല്ല, അതൊരു ജേണിയാണ്. ആ ഒരു ജേണിക്ക് റെഡി ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാരേജിന് മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബൈ.